ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മല്ലു ബിഗ് ബോസ് നിങ്ങളുടെ മുന്നിൽ മറ്റൊരു ചലച്ചിത്ര വിശേഷവുമായി എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകരെല്ലാവരും ജനപ്രിയ ജനനായകനായി ബേസിലെ നെഞ്ചിൽ നെറ്റുന്നു. ബേസിൽ ജോസഫ് നമ്മുടെ സ്വന്തം ഏറ്റവും ഈ ഒരു ഒറ്റ മാസത്തിൽ തന്നെ 2 ഹിറ്റുകൾ അടിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. രണ്ടും വളരെ ഡീസൻ്റ് ആയിട്ട് പ്രേക്ഷകരെ സംതൃപ്തിപ്പെടുത്തിയ സിനിമകളാണ്. ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയ അജീഷ് പി എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിക്കൊണ്ട് ആ ഒരു പൊന്മൻ സിനിമയിൽ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബേസിൽ. ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് ബേസിൽ എന്ന് പറയുന്ന നടൻ ഒരു ഗ്രാഫ് ഉയർത്തി പോകുമ്പോൾ അദ്ദേഹത്തിലെ ആ ഒരു സംവിധായകനെ പലരും മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. കുഞ്ഞിരാമായണം മുതൽ ഗോദ മുതൽ നമ്മൾ ഇങ്ങോട്ട് കണ്ടുവരുന്ന മിന്നൽ മുരളി വരെ അതിന് ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ ബേസിൽ തന്നെ അൺഒഫീഷ്യലായിട്ട് ഒരു കൺഫർമേഷൻ നടത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, താൻ അഭിനയ രംഗത്ത് വന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് സംവിധാന രംഗത്തേക്ക് തിരിച്ചു പോകുന്നു എന്നതാണ്. അങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് നമ്മുടെ ആദ്യത്തെ സൂപ്പർ മാൻ മൂവി, അതെ നമ്മുടെ സ്വന്തം സൂപ്പർ ഹീറോ മൂവി മിന്നൽ മുരളിക്ക് ഒരു 2ാം ഭാഗം ഉണ്ടാകുമോ എന്ന് തന്നെയാണ്. അങ്ങനെയാണ് എങ്കിൽ ബേസിൽ ജോസഫിന് സംവിധാന രംഗത്ത് ഏറ്റവും കൂടുതൽ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ അവാർഡുകളും ലഭിച്ച ഒരു മൂവിയാണ് മിന്നൽ മുരളി, ആദ്യത്തെ ആ ഒരു പാർട്ട് 1. അപ്പോൾ അതിനൊരു 2ാം ഭാഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേരളം മാത്രമല്ല, മിന്നൽ മുരളിയെ ആദ്യ ഭാഗത്തെ ഏറ്റെടുത്ത ലോക ജനത ഒന്നാകെ, ഇന്ത്യൻ ജനത ഒന്നാകെ അതിനുവേണ്ടി കാത്തിരിക്കുക തന്നെയാണ്. എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് ആഘോഷമാക്കാനുള്ള പ്രേക്ഷക വലയം തന്നെയാണ് ചുറ്റുമുള്ളത്. എങ്കിൽ ടൊവിനോയുമായി ചേർന്ന്, സ്വന്തം ഫ്രണ്ടുമായി ചേർന്ന് അത്തരമൊരു പ്രോജക്റ്റ് വരുമ്പോൾ കേരളക്കര ഒന്നാകെ അത്തരമൊരു വാർത്തയ്ക്ക് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. മിന്നൽ മുരളി 2 ഉണ്ടാകുമെന്ന വാർത്തകൾ തന്നെയാണ് ബേസിലിന്റെ ഈ ഒരു കൺഫർമേഷന് പിന്നാലെ വരുന്നത്. കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾക്ക്.